നമുക്കൊരു വിഷമം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ടായാൽ ഒരു വേദനയൊക്കെ ഉണ്ടായാൽ അതിന് സഹതാപം സത്യത്തിൽ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഈ സഹതാപം കാണിക്കുക. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ സഹതാപ വാക്കുകൾ കേൾക്കുന്നത് കേട്ടു. എനിക്ക് സത്യം കഷ്ടമായിപ്പോയി. എന്നാലും എന്തോ പറയാൻ, എന്തോ അവസ്ഥയായില്ലേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ആ അവസ്ഥയിലിരിക്കുന്ന ആളിനെ ഏറ്റവും താഴേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ സഹതാപം പറച്ചിൽ. ഈ ചുറ്റുപാട് വരുന്ന സഹതപിക്കുന്നവർ അവർ പറയാതെ തന്നെ ഈ ആൾക്കറിയാൻ പറ്റും എൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്നുള്ളത്. വീണ്ടും അതിനെ ഇങ്ങനെ കുത്തിപ്പൊക്കിയെടുത്ത് ഒന്നുകൂടെ ഒരു വേദന നൽകുക മാത്രമാണ് ഈ സഹതാപം കൊണ്ട് നേടാൻ പറ്റുന്നത്. അങ്ങനെ വർത്താനം പറയേണ്ട ഒരു കാര്യവും ഒരു മനുഷ്യർക്കും ഇല്ല. അതൊരു തെറ്റായ കാര്യമാണ് സഹതാപം. എന്തിനാണ് സഹതപിക്കുന്നത്? നിങ്ങൾ സഹതാപം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടതോ ഉണ്ടായ വിഷമോ എന്ത് കാര്യമായാലും കുറയുമോ? ഒരിക്കലുമില്ല. ഒരുപാട് ഇത്തിരി പ്രായമുള്ളവരെന്നല്ല, പ്രായമില്ലാത്തവരല്ല, ഒരുമാതിരിപ്പെട്ട ഏജിലുള്ള എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ചിലരോടൊക്കെ ഞാൻ പറയും, എന്തിനാ അങ്ങനെ പറയുന്നത്? പിന്നെ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ പ്രായം കുറവുള്ള ഒരു കൊച്ചൻ മരിച്ചു എന്ന് വിചാരിക്കുക. അതിനൊരു ഭാര്യയും 2 പിള്ളേരും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് അമ്മയും കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോഴായിരിക്കും കുറച്ച് ആളുകളിങ്ങനെ കാണാൻ വരുന്നു, ആശ്വാസവാക്കുകൾ പറയാനെന്നുള്ള ഭാവത്തിൽ വരുന്നു. എന്ത് ചെയ്യാനായാലും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയും അവരുടെ കുഞ്ഞുങ്ങളും കേൾക്കുക, അവരുടെ മുന്നിലിരുന്നാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യാനാണ്? ഓരോ അവസ്ഥയില്ലേ, ഇനി എങ്ങനെ ജീവിക്കും? അങ്ങനാണ് ഇങ്ങനാണ് അല്ലേ? എന്തൊരു കഷ്ടമായിപ്പോയി അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇനി എങ്ങനെ ഈ കുഞ്ഞുങ്ങളായിട്ട് മുന്നോട്ട് ജീവിക്കും? ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ അങ്ങോട്ട് പറയും. കഷ്ടം കഷ്ടം കഷ്ടം. ഈ കഷ്ടം കേട്ടിട്ടാണ് ഏറ്റവും പ്രശ്നം. ഈ വാക്കേ വേണ്ട തോന്നിപ്പോവും. ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു മരണം വീട്ടിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്. എൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് പറയാവുന്നവരാണെങ്കിൽ ഞാൻ പറയും, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയും. അല്ലെ അവർ ഇറങ്ങി വരുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെന്ന് ഞാൻ ചോദിക്കും. നമുക്ക് ചോദിക്കാൻ ഉള്ള അവകാശം അല്ലെങ്കിൽ ഒരു അധികാരമുള്ളിടത്ത് ഞാൻ ചോദിക്കും. അപ്പം ഒരിക്കലും ആരുടെയും ദുഃഖത്തിൽ അല്ലെങ്കിൽ വിഷമത്തിൽ സഹതപിക്കാൻ പോകരുത്. സഹതാപ വാക്കുകൾ പറയുകയും ചെയ്യരുത്. അത് പറയുന്നത് കൊണ്ട് അവരുടെ വേദന കൂടത്തേ ഉള്ളൂ, അല്ലാതെ ഒന്നും തന്നെ നേട്ടം ഉണ്ടാവില്ല. പിന്നെ ചിലർക്കൊരു നേട്ടമുണ്ട്. ഈ പറയുന്നവർ മനഃപൂർവ്വം പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടായിരിക്കും. എനിക്കങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അല്ലാതെ പിന്നെ വിഷമിച്ച് ഇങ്ങനെ എന്തോ ഒരവസ്ഥയിൽ ഇരിക്കുന്നിടത്ത് അവരുടെ വേദന കൂട്ടുന്ന രീതിയിലുള്ള വർത്തമാനം പറയാമെന്ന് പറയുമ്പോൾ അത് അവരുടെ വിവരമില്ലായ്മ. പിന്നെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളാണ് സഹതാപ വാക്കുകൾ. അങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ഒരാളുടെയും വേദനയെ കുറയ്ക്കത്തില്ല. അവരുടെ വേദന കൂട്ടത്തേ ഉള്ളൂ. അവർക്ക് ആ സമയത്ത് പ്രതികരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് എതിർത്തവർ സംസാരിക്കും. അതുകൊണ്ട് പറയാണ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക. ഒന്നിൽ ഈ കേൾക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും പറയുമ്പോൾ അത് നിർത്തുക. അവരവരെ മാനസികമായിട്ട് തളർത്തുന്നതാണ് ഈ സഹതാപ വാക്കുകൾ. നിങ്ങളെക്കാൾ കൂടുതൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത അവർക്ക് കാണും. അപ്പം ഭർത്താവ് മരിച്ച സ്ത്രീക്കാണ്, അല്ലെങ്കിൽ മകൻ മരിച്ച അമ്മയ്ക്കാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അല്ലെങ്കിൽ ചേട്ടന് ചേച്ചിക്ക് ആർക്കും ആയിക്കൊള്ളും, അവർക്കൊക്കെ അറിയാം അവർക്കാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരാണ് ഈ നഷ്ടപ്പെട്ട ആൾ ഇവരുടെ ഒപ്പം എങ്ങനെയാണ് ജീവിച്ചത്, അവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. നമ്മളെക്കാളും കൂടുതൽ അവർക്കാണ് അറിയാവുന്നത് അല്ലേ? അപ്പോൾ അവർക്കറിയാവുന്നതൊന്നും നമുക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് അവരുടെ വേദനയ്ക്കകത്ത് പങ്കുചേർന്ന്
ചേരുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള സഹതാപ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് അവരുടെ മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം. നിങ്ങളൊരു പക്ഷേ എന്താണ് വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുമെന്നാണ്? ഒരിക്കലുമില്ല. അത് അവരെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കുണ്ടായ നഷ്ടത്തേക്കാൾ കൂടുതൽ ആ ഒരു വാക്കുകളായിരിക്കും അവരെ കൂടുതൽ വേദനിപ്പിക്കുക. അതുകൊണ്ട് സഹതാപ വാക്കുകൾ പറഞ്ഞാരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ തന്നെ ഞാൻ പറയുന്നുള്ളൂ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ശരിയല്ലേ?